സ്തുതിപ്പീൻ സ്തുതിപ്പീൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനമവൻ ചെയ്ത നന്മകൾ കാനൽപ്പമേ മനം മറക്കുമോ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപ്പമേ മനം മറക്കുമോ. പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധനുടെ പരമസംഗമേ, കരങ്ങളിൽ നമ്മെ വഹിക്കുന്നോൻ ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു. കരങ്ങളിൽ നമ്മെ വഹിക്കുന്നോൻ ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, സ്തോത്രം 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 കർത്താവേ, സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, സുബോധത്തോടെ സൗഖ്യത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്നിരിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളവരെയും സമ്പൂർണ്ണമായിട്ട് പാദപീഠത്തോടെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ കൊണ്ടുവരികയാണ് കർത്താവേ. കർത്താവേ, സ്തോത്രം. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നു അപ്പച്ചാ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന്, സ്തോത്രം. ഇന്നുവരെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവം അവിടുന്ന്. നന്ദി പിതാവേ, നന്ദി. വീണ്ടും നടത്തുവാൻ സർവ്വശക്തൻ അവിടുന്ന് ആകയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം തമ്പുരാൻ്റെ കരങ്ങളിലൊന്ന് തരട്ടെ അപ്പാ. ഇന്നുവരെയും എൻ്റെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് പോഷിപ്പിച്ച ദൈവമാണ് എൻ്റെ കർത്താവ്. വലിയവനും നല്ലവനുമാ. ഹല്ലേലൂയ. അപ്പൻ്റെ മുഖം നോക്കുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. വീണ്ടും ഞങ്ങളെ കരുതേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. അവരുടെ പരീക്ഷകളിൽ കൂടെയിരിക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ കർത്താവ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ കർത്താവ്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ കർത്താവ്. പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കർത്താവ് ആവശ്യമാർന്ന ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. നന്നായി പഠിക്കണം. എല്ലാ അലസതയും മടിയും കർത്താവ് മാറ്റി നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി കർത്താവെ ഒരു ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, സ്തോത്രം സ്തോത്രം. ഒരിക്കലും വഴി അടയ്ക്കുന്ന ദൈവമല്ല, വഴി തുറന്നു കൊടുക്കുന്ന ദൈവമാ. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നാടും വീടും വിട്ട് വിദുരതയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത്, ആരുപോലുമില്ലാത്ത സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണില്ല, ദുഷ്ടപിശാചാരെയും തുടരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിക്കണമേ. നല്ല പ്രതിഫലം കൊടുത്തവരെ മാനിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ ജീവിപ്പാൻ സ്വർഗം സഹായിച്ച വൻകൃപകൾക്കായി നന്ദി. പിന്നെയും കർത്താവ് നടത്തിക്കൊള്ളണം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയിൽ അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. നീ അവർക്ക് വേണ്ടി സമാധാനത്തിൻ്റെ കരം നീട്ടണമേ. സ്വസ്ഥതയോടെ ജീവിപ്പാൻ അവർക്ക് ഭാഗ്യം ഒരുക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്കതുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടപ്പാ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച ദൈവം, അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കിയ ദൈവം, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഓരോ മക്കൾക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടപ്പാ. നീ അവർക്ക് നല്ല ഹല്ലേലൂയ കർത്താവെ, നല്ല ജോലിയെ കൊടുത്ത് സഹായിക്കണമേ. നല്ല സാലറിയിൽ ഒരിക്കലും പറ്റാത്ത നീരുറവ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ തുറന്നു കൊടുക്കുമാറാകണം. ആരുടെയും മുൻപിൽ തലകുനിക്കാൻ അനുവദിക്കില്ല. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുത്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ പ്രഭുവാ.
അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന്. സ്വർഗത്തിലെ ദൈവം വഴി തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളത് നിശ്ചയമാ കർത്താവേ. ഞങ്ങൾ കടന്നു വരികയാണ്, അപ്പൻ്റെ പാദപിടുത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. മനസ്സലിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണയുടെ കരം നീട്ടുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണം. അവരുടെ നിന്നയെ മാറ്റണമേ കർത്താവേ. അപ്പന് പ്രവർത്തിക്കുവാനുള്ള സമയങ്ങളാ കർത്താവേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കാര്യത്തിൽ വഹിക്കണേ. മാസം തികയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഉന്നമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവേ, ചില നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. സകല പ്രശ്നത്തിനും പരിഹാരകൻ എൻ്റെ അപ്പച്ചന ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. കഴിഞ്ഞ നാളുകളിൽ പലവിധ കഷ്ടങ്ങളെ, ഭാരങ്ങളെ, വേദനകൾ അനുഭവിച്ച് പ്രത്യാശയോടെ ദൈവമുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവമാകാം, ശത്രുവിൻ്റെ മുൻപാകം വിരുന്നൊരുക്കുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്ത് മാനിക്കുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ സാക്ഷ്യത്തിനായി മക്കളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളായിരുന്നു സ്വർഗം മാനിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടണം, നല്ല ഭാവിയിൽ എത്തിച്ചേരുമാറാകണം. ദേശം കണ്ട് അത്ഭുതപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. നല്ല ഭവനമില്ലാത്ത മക്കളുണ്ട് കർത്താവ്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവ്. അപ്പോൾ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ പാദപിടുത്തിലാണ് നോക്കിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതമാർന്ന ഭവനത്തിലൊക്കെ പാർക്കാൻ സ്വർഗം ഭാഗ്യമൊരുക്കുമാറാകണം. മറ്റുള്ളവർക്ക് അത്ഭുതം കൂറുമാർ സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗമേ, വാടക ഭവനങ്ങളൊക്കെ ഒഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ തലചായ്പാൻ തൻ്റെ മക്കൾക്കൊക്കെ ഭാഗ്യമൊരുക്കണം. ഭവനം പണിയാനിരിക്കുന്ന മക്കളുണ്ട്, അപ്പോൾ നീ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ, അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ കർത്താവ്, വിശ്വസ്തരായവരെ, ആത്മാർത്ഥതയുള്ളവരെ, ബുദ്ധിയുള്ളവരെയൊക്കെ നീ ജോലിക്കായിട്ട് എടുത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് എല്ലാ മക്കളെ സഹായിച്ചാട്ടപ്പാ. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ താങ്ങിക്കൊള്ളണേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. സ്തോത്രം. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ കാത്തുകൊള്ളണമേ. പാപങ്ങൾക്ക് അടിമപ്പെട്ടുവാൻ അനുവദിക്കരുതേ. മ്ലേച്ഛമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുമാറാകണം. മദ്യത്തിലും മയക്കുമരുന്നും കഴിയുന്നവരെ വിടുവിച്ച് മാനസാന്തരത്തിലാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വളർത്തി തരുമാറാണ്. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിക്കണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി മാറണം. അതിനായിട്ടെല്ലാവരും ഒരുക്കണം. പ്രത്യേകിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെയൊക്കെ നൽകി കർത്താവ് ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവ് കൂടെയിരിക്കണമേ. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഉപജീവനമാർഗത്തിന് ഇറങ്ങിപ്പോകുന്ന തൻ്റെ മക്കളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരം നീട്ടണമേ. കൺമണി പോലെ അവരെ സൂക്ഷിക്കണം, ആപത്തനത്ത് വിടുവിക്കണം, വേണ്ടെന്നെല്ലാം കൊടുത്ത് പോറ്റിപ്പുലർത്തിക്കൊള്ളുമാറാകണം. ഹല്ലേലൂയ. സമാധാനത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഉറങ്ങി ഉണരുവാനൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവർ കുശലരേത്ത് താൽമുദ്ര വയ്ക്കുന്ന കർത്താവേ, സ്തോത്രം. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളാണ് സ്വർഗം മാനിക്കണമേ. എല്ലാവരെയും എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. കടഭാരത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണേ. നിൻ്റെ ദൂതനെ ഇറക്കണമേ. നിൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. മനസ്സലിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, എൻ്റെ കർത്താവേ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, സ്തോത്രം 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 കർത്താവേ, സ്തോത്രം. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്. ബ്ലീഡിങ് ഉള്ളവരുണ്ട്, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണം. അങ്ങ് മരുന്നാണ്, അങ്ങ് വൈദ്യനാണ്, അങ്ങ് ആശ്വാസപ്രദനാണ്, സമാധാനത്തിൻ്റെ ദൈവമാണ്. ദുർചിന്തകളും ദുർവിചാരത്തിൽ വിടുവിച്ചിട്ട് സ്വർഗത്തിലെ കാഴ്ച കണ്ട് ഈ രാത്രികാലം ഉറങ്ങി ഉണർന്ന് അപ്പനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. എല്ലാ പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ഇറങ്ങി വരുന്ന ഒരു നല്ല കരം എൻ്റെ അപ്പച്ചൻ്റെ കരമാകയാൽ ആ പൊന്നുകരത്തിൽ ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങൾ സുഖകരമായി കിടന്നുറങ്ങി ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നതിനായി ഞങ്ങളെ ഒരുക്കണം.
ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സുവിശേഷ വേല നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ, കഷ്ടം അനുഭവിക്കുന്നവർ, ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ടപ്പാ. അവിടുന്ന് തൻ്റെ മക്കളെയൊക്കെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകുമാറാകണം. അടിയനെ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ച സകല പ്രാർത്ഥനാ വിഷയവും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. എൻ്റെ സ്വർഗം അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണേ. 5 മീനും എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് വലിയൊരു ശേഷിപ്പും ഹല്ലേലൂയ വെച്ച ദൈവം ഓരോ മക്കളുടെയും ഉപജീവനമാർഗത്തിൻ്റെ മേൽ പൊന്നുകരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ആരുടെയും മുമ്പിൽ കൈ നീട്ടുവാൻ, ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ ആരെയും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ജോത്സമായി നടത്തിയ ദൈവം വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കുന്നിടത്ത് വചനം അബ്രഹാമിന് കൊടുത്തതുപോലെ സ്വർഗം അപ്രകാരം ചെയ്തുവെങ്കിൽ എളിയവരാകുന്ന എൻ്റെ മക്കൾക്ക് അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.